സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനമാണ് ഇനി. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലെ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കുചേരുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോ കാർഡിയോ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായാണ് കേരള സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നത്. ആ കലോത്സവത്തിനാണ് ഇന്നിവിടെ തിരി തെളിയുന്നത്. നമ്മുടെ സംസ്ഥാനം 1956 രൂപം കൊണ്ടതിന് ശേഷമാണ് ആദ്യത്തെ സംസ്ഥാന കലോത്സവം നടക്കുന്നത്. അന്നതിന് യുവജനോത്സവം എന്നായിരുന്നു പേര്. എറണാകുളം SRV ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു ആദ്യ കലോത്സവം. ഒരു ദിവസം മാത്രമായിരുന്നു അന്നത്തെ കലോത്സവം. അതിൽ സ്കൂളുകളിൽ നിന്ന് നേരിട്ട് വന്ന 200 കുട്ടികളാണ് പങ്കെടുത്തത്. പിന്നീടാണ് സബ് ജില്ലാ മത്സരങ്ങൾക്ക് ശേഷം കുട്ടികൾ എത്തുന്ന സ്ഥിതി ഉണ്ടായത്. 1975 മോഹിനിയാട്ടം, കഥകളി, സംഗീതം, അക്ഷരശ്ലോകം തുടങ്ങിയവ ഉൾപ്പെടുത്തി കലോത്സവം കുറേ കൂടി വികസിപ്പിച്ചു. 2009 മുതലാണ് കേരള സ്കൂൾ കലോത്സവം എന്ന പേരിൽ ഇതറിയപ്പെടാൻ തുടങ്ങിയത്. 70 വർഷം കൊണ്ട് ഈ മേളക്ക് വന്ന
മാറ്റം അമ്പരപ്പിക്കുന്നതാണ്. 56-ൽ 200 മത്സരാർത്ഥികൾ ഇന്ന് 14,000-ത്തിലധികമായിരിക്കുന്നു. ഒരു പരാതിക്കും ഇട നൽകാതെയാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായി കലോത്സവം നടക്കുന്നത്. ഇത്തവണയും അതങ്ങനെയാവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നാണ് സ്വാഗത പ്രസംഗത്തിലൂടെ അഭ്യർത്ഥിച്ചത്. അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മനുഷ്യന് കിട്ടിയ അത്ഭുതകരമായ സിദ്ധിയാണ് കല. അത് പ്രകടിപ്പിക്കുന്നവരെയും ആസ്വദിക്കുന്നവരെയും ഒരേപോലെ ആനന്ദിപ്പിക്കുന്നു. ആനന്ദം സൃഷ്ടിക്കുകയാണ് കലാകാരന്മാർ ചെയ്യുന്നത്. ചിത്രകാരൻ വരയും വർണ്ണങ്ങളും കൊണ്ട് ആനന്ദം സൃഷ്ടിക്കുന്നു. ഗായകർ സ്വരം കൊണ്ടാണ് അത് ചെയ്യുന്നത്. അഭിനേതാക്കൾ ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും മുഖഭാവം കൊണ്ടും എല്ലാം അത് സൃഷ്ടിക്കുകയാണ്. ആത്യന്തികമായി ഇവരെല്ലാം ആനന്ദാനുഭവം സൃഷ്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ധർമ്മം. പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് ഞെട്ടിച്ചുണർത്തൽ കൂടിയാവണം കലയുടെ ധർമ്മം. സാമൂഹ്യ വ്യവസ്ഥിതി പൊളിച്ചെഴുതുന്നതിൽ കല വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ആദിമകാലം മുതൽ മനുഷ്യർ കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് മത്സരത്തിനോ സമ്മാനത്തിനോ വേണ്ടിയായിരുന്നില്ല. ഉള്ളിലെ കഴിവ് സ്വയം അറിയാതെ ആവിഷ്കരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പ്രാചീന ഗുഹാചിത്രങ്ങളുണ്ടായത്. നാടൻ പാട്ടുകളും നാടൻ കലകളുമുണ്ടായത്. അവതാരകരും പ്രേക്ഷകരും എന്ന വേർതിരിവ് അന്നുണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലാത്തിലും പങ്കാളികളായിരുന്നു. ഒരു കാലത്ത് പല കലകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു. ജാതി ജന്മി നാടുവാഴിത്ത കാലത്ത് ആളുകൾ വ്യത്യസ്ത കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത്. ആ ജാതിക്കാരുമായോ മറ്റ് ജാതിക്കാരുമായോ മതക്കാരുമായോ അവർ ഇടകലർന്നിരുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അവരെ അകറ്റിയിരുന്നു, തമ്മിൽ അകറ്റുന്ന നിലയുണ്ടായിരുന്നു. അതുകൊണ്ട് കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി. ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിലും മതാധിഷ്ഠിതത്തിലും അധിഷ്ഠിതമായ പുതിയ കാലം പിറന്നതോടെ കലകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറി. കല മതനിരപേക്ഷതയും ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിന് ഏറ്റവും സഹായകമായത് സ്കൂൾ കലോത്സവങ്ങളാണ്. ഓരോ കാലത്തും ഏറ്റവും മികച്ച
ചില കലാകാരന്മാർക്ക് പോലും അവരുടെ ജാതിയും മതവും പ്രശ്നമായിരുന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു. കഥകളി ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി. കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത്. ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല. ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടമൊരുക്കുകയുണ്ടായി. തൻ്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.